നിങ്ങൾ ഈ വീഡിയോയിൽ നിർത്തിയതിനൊരു കാരണമുണ്ട്. അതൊരു കൗതുകമോ യാദൃശ്ചികതയോ അല്ല. നിങ്ങളുടെ ഉള്ളിലെ എന്തിനോ ഇതിനകം തന്നെ അതറിയാം. പരമഹംസ യോഗാനന്ദൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ സാവധാനം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രപഞ്ചം നിങ്ങളുടെ നിലനിൽപ്പിനോട് നിസ്സംഗത കാണിക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തം ശക്തിയിലേക്ക് നിങ്ങളെ ഉണർത്താൻ ഓരോ സംഖ്യയിലൂടെയും ഓരോ നിമിഷത്തിലൂടെയും ഓരോ ശ്വാസത്തിലൂടെയും അത് നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇന്ന് അത് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ കൃത്യമായി കാണിച്ചു തരാൻ പോകുന്നു. കാരണം യോഗാനന്ദൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അതേ പുരാതന സംഖ്യാശാസ്ത്രത്തിൽ ചില ജനനത്തീയതികൾക്ക് അസാധാരണമായ ഒരു തരംഗമുണ്ട്. വെറും നല്ല ഊർജം മാത്രമല്ല, നിങ്ങളെ സ്വാഭാവികമായും സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന കൃത്യമായ ഒരു ആത്മീയ ഘടന അതിലുണ്ട്. ആ സംഖ്യകളാണ് 1, 8, 9. നിങ്ങളുടെ ജനനത്തീയതിയിലോ മാസത്തിലോ വർഷത്തിലോ ജീവിതപാത സംഖ്യയിലോ അല്ലെങ്കിൽ ജനനത്തീയതിയുടെ ആകെത്തുകയിലോ 1, 8 അല്ലെങ്കിൽ 9 എന്നീ സംഖ്യകളുടെ ഏതെങ്കിലും കൂട്ടം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് വെറുമൊരു ആത്മീയ ഉപദേശമല്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടതാണ്. എന്നോടൊപ്പം നിൽക്കുക. ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കും. ആദ്യ നിമിഷം മുതൽ തന്നെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, യോഗാനന്ദൻ പഠിപ്പിച്ചത് ഓരോ ജീവനും ഈ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു കവാടത്തിലൂടെയാണെന്നാണ്. ആ കവാടമാണ് നിങ്ങളുടെ ജനനത്തീയതി. അത് വെറുതെയല്ല. നിങ്ങൾ ജനിച്ച കൃത്യമായ ദിവസം, മാസം, വർഷം എന്നിവയ്ക്ക് ഒരു പ്രത്യേക സ്പന്ദനമുണ്ട്. അതൊരു ട്യൂണിംഗ് ഫോർക്ക് പോലെ എന്നേക്കുമായി ഒരു പ്രത്യേക തരംഗത്തിൽ മുഴങ്ങുന്നു. സംഖ്യാശാസ്ത്രത്തിൽ അക്കങ്ങൾ വെറും കണക്കല്ല, അവ ചുരുക്കപ്പെട്ട ആത്മീയ ബുദ്ധിയാണ്. ഓരോ സംഖ്യയ്ക്കും പ്രപഞ്ചത്തിലെ സൃഷ്ടിയുടെ നിയമങ്ങളുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്. നിലവിലുള്ള 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ 3 സംഖ്യകൾക്ക് സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തിയുമായി അസാധാരണമായ ബന്ധമുണ്ട്. ചിന്തയെ യാഥാർത്ഥ്യമാക്കുന്ന, ആഗ്രഹത്തെ രൂപമാക്കുന്ന, സ്വപ്നത്തെ ജീവിതമാക്കുന്ന ശക്തിയാണത്. ആ 3 സംഖ്യകളാണ് 1, 8, 9. മറ്റെല്ലാ സംഖ്യകളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 3 മഹാസംഖ്യകളുടെ രഹസ്യങ്ങൾ. 1-ാം നമ്പർ തുടക്കത്തിന്റെ ശക്തി. 1 എന്നത് തുടക്കത്തിന്റെ, പ്രാരംഭത്തിന്റെ സംഖ്യയാണ്. യോഗാനന്ദന്റെ പഠിപ്പിക്കലുകളിൽ ദൈവത്തെ എല്ലാ സൃഷ്ടികളെയും ചലിപ്പിച്ച ആദ്യ കാരണമായി വിശേഷിപ്പിക്കുന്നു. നിങ്ങളുടെ ജനനത്തീയതിയിൽ 1 വരുമ്പോൾ നിങ്ങൾക്കുള്ളിൽ യഥാർത്ഥ സൃഷ്ടിയുടെ വിത്ത് നിങ്ങൾ വഹിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ വഴി പിന്തുടരേണ്ടവരല്ല, വഴികൾ വെട്ടിത്തെളിക്കേണ്ടവരാണ്. ജനനത്തീയതിയിലോ ജീവിതപാദസംഖ്യയിലോ 1 ഉള്ളവർക്ക് ലക്ഷ്യങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു കാന്തിക കഴിവുണ്ട്. അവർ ആഗ്രഹിക്കുക മാത്രമല്ല, യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഈ 1-ാം നമ്പർ സജീവമാകുന്നത് പോസിറ്റീവ് ചിന്ത കൊണ്ടല്ല, മറിച്ച് ഉദ്ദേശ്യത്തിലെ വ്യക്തത കൊണ്ടാണ്. യോഗാനന്ദൻ ഇതിനെ സങ്കല്പം എന്ന് വിളിച്ചു. മനസ്സിലൊട്ടും സംശയമില്ലാതെ ദൈവിക ഹിതത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്ന നിമിഷം ആ തീരുമാനത്തിനു ചുറ്റും പ്രപഞ്ചം സ്വയം പുനഃക്രമീകരിക്കപ്പെടുന്നു. ഇതൊരു ഉപമയല്ല. നിങ്ങളുടെ ഈ പ്രത്യേക തരംഗം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ യാഥാർത്ഥ്യമാണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ശരിക്കും തീരുമാനമെടുത്തപ്പോൾ അത് യാഥാർത്ഥ്യമായത്? തടസ്സങ്ങൾ തനിയെ മാറിയതുപോലെ. അത് ഭാഗ്യമല്ല. അത് നിങ്ങളുടെ ജനനത്തീയതിയിലെ 1-ാം നമ്പർ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ്. 8-ാം നമ്പർ ഭൗതിക ശക്തിയുടെയും ഒഴുക്കിന്റെയും സംഖ്യ. ഇനി നമുക്ക് 8-നെക്കുറിച്ച് സംസാരിക്കാം. 8 എന്നത് സംഖ്യാശാസ്ത്രത്തിലെ ഏറ്റവും ഭൗതികമായ ശക്തിയുള്ള സംഖ്യയാണ്. ഇതിനെ വശത്തേക്ക് ചരിച്ചുവെച്ചാൽ അത് അനന്തതയുടെ ചിഹ്നമായി മാറുന്നു. അതൊരു യാദൃശ്ചികതയല്ല, അത് പ്രപഞ്ചത്തിന്റെ ഭാഷയാണ്. 8 എന്നത് കാണാൻ കഴിയാത്ത ആത്മീയ ലോകത്തിനും കാണാൻ കഴിയുന്ന ഭൗതിക ലോകത്തിനുമിടയിലുള്ള അനന്തമായ ഒഴുക്കിന്റെ സംഖ്യയാണ്. മനുഷ്യന്റെ ബോധത്തിലൂടെ ഭൗതിക രൂപത്തിലേക്ക് ദൈവിക ഊർജം കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് യോഗാനന്ദൻ വിശേഷിപ്പിച്ചു. അതുതന്നെയാണ് 8 ചെയ്യുന്നത്. ഇതൊരു പാലമാണ്. 8, 17, 26 തീയതികളിൽ ജനിച്ചവർക്കോ അല്ലെങ്കിൽ 8 ജീവിതപാത സംഖ്യയായുള്ളവർക്കോ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരേ പ്രവൃത്തിയാണെന്ന് സ്വാഭാവികമായി അറിയാം. സമൃദ്ധി എന്നത് നിങ്ങൾ പിന്തുടരേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങൾ അതിനോട് ചേർന്നു നിൽക്കേണ്ട ഒന്നാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ബോധപൂർവം ഈ ശക്തിയെ ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ അവർ ദൈവിക സമൃദ്ധിയുടെ ഉപകരണമായി മാറുന്നു. പണം അവരിലേക്ക് ഒഴുകുന്നു, അവസരങ്ങൾ പെരുകുന്നു, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ വിഭവങ്ങൾ ലഭിക്കുന്നു. എന്നാൽ ഈ 8-ാം നമ്പറിനൊരു നിയമമുണ്ട്. അതിന് സത്യസന്ധത ആവശ്യമാണ്. ഭയം കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ നിങ്ങൾ ഈ ഊർജം ഉപയോഗിച്ചാൽ അത് വിപരീതമായി ഭവിക്കും. സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന അതേ ശക്തിക്ക് അവയെ തകർക്കാനും കഴിയും. ഇതുകൊണ്ടാണ് യോഗാനന്ദൻ ഭൗതിക നേട്ടങ്ങളെ എപ്പോഴും ധാർമ്മികതയുമായി ബന്ധിപ്പിച്ചത്. നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക. നിങ്ങൾക്ക് സമൃദ്ധി എളുപ്പത്തിൽ വന്ന സമയങ്ങളുണ്ടായിരുന്നോ? അതുപോലെ വേഗത്തിൽ നഷ്ടപ്പെട്ട സമയങ്ങളുണ്ടായിരുന്നോ?
നിങ്ങളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയുമായി അതിനെ ബന്ധിപ്പിക്കാൻ കഴിയുമോ? 8 എന്നത് ഒരു ഉറപ്പല്ല, അതൊരു ക്ഷണമാണ്. ഈ ഒഴുക്കിനെ നിയന്ത്രിക്കാനുള്ള ഒരു ക്ഷണം. 9 നമ്പർ പൂർണ്ണതയുടെയും പ്രപഞ്ചസ്നേഹത്തിന്റെയും സംഖ്യ. ഇനി നാം 9ലേക്ക് വരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9 വെറുമൊരു സംഖ്യയല്ല, അത് പൂർണ്ണതയുടെയും പ്രപഞ്ചസ്നേഹത്തിന്റെയും സംഖ്യയാണ്. 9നെക്കുറിച്ച് അസാധാരണമായ ഒരു കാര്യമുണ്ട്. ഏതൊരു സംഖ്യയെയും 9 കൊണ്ട് ഗുണിച്ച ശേഷം ലഭിക്കുന്ന ഉത്തരത്തിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും 9 തന്നെ ലഭിക്കും. ഉദാഹരണത്തിന് 5നെ 9 കൊണ്ട് ഗുണിച്ചാൽ 45 കിട്ടും. അതിലെ 4ഉം 5ഉം കൂട്ടിയാൽ വീണ്ടും 9 വരും. എന്ത് സംഭവിച്ചാലും അതെപ്പോഴും അതിലേക്ക് തന്നെ മടങ്ങുന്നു. അതുകൊണ്ടാണ് ഗണിതശാസ്ത്രജ്ഞർ 9നെ പ്രപഞ്ചസംഖ്യ എന്നും യോഗാനന്ദൻ ഇതിനെ ദൈവസ്നേഹത്തിന്റെ സംഖ്യ എന്നും വിളിച്ചത്. 9, 18, 27 തീയതികളിൽ ജനിച്ചവർക്കും 9 ജീവിത പാദസംഖ്യയായുള്ളവർക്കും ഇതേ ഗുണമുണ്ട്. എന്ത് നഷ്ടപ്പെട്ടാലും അവർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ വരും. അവർ എത്ര താഴേക്ക് വീണാലും വീണ്ടും ഉയർന്നുവരും. അതവർ ഭാഗ്യവാന്മാരായതുകൊണ്ടല്ല, ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു തരംഗത്തിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം അഹങ്കാരത്തിനു വേണ്ടിയല്ലാതെ വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടി അവർ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പ്രപഞ്ചം അവർക്ക് വലിയ പിന്തുണ നൽകുന്നു. അടഞ്ഞുകിടന്ന വാതിലുകൾ തുറക്കുന്നു, ആളുകൾ വരുന്നു, പുതിയ വഴികൾ തെളിയുന്നു. സ്വന്തം സുഖം മാത്രം നോക്കാതെ മുഴുവൻ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കായി ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നു. ആത്മീയ വൃത്തവും തടസ്സങ്ങളും. ഈ 3 സംഖ്യകളും വെവ്വേറെ ശക്തികളല്ല, ഇവ ഒരു പൂർണ്ണമായ ആത്മീയ വൃത്തമാണ്. 1 എന്നത് തുടങ്ങുന്നവനാണ്, 8 എന്നത് വർദ്ധിപ്പിക്കുന്നവനാണ്, 9 എന്നത് പൂർത്തിയാക്കുന്നവനാണ്. നിങ്ങളുടെ ജനനത്തീയതിയിൽ ഈ 3 അക്കങ്ങളും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളെ യോഗാനന്ദൻ പൂർണ്ണമായ ഒരു മാനിഫെസ്റ്റേഷൻ സർക്യൂട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ 3 ശക്തികളുമുണ്ട്. നിങ്ങളുടെ ജനനത്തീയതിയിലെ ഓരോ അക്കവും നോക്കുക. ഇതിൽ എത്ര സംഖ്യകളുണ്ട്? 1, 2 അതോ 3 ഉണ്ടോ? പലരും മനസ്സിലാക്കാത്തൊരു കാര്യമെന്തെന്നാൽ ഒരു മികച്ച മാനിഫെസ്റ്ററാകാൻ നിങ്ങൾക്ക് 3 നമ്പറുകളും ആവശ്യമില്ല എന്നതാണ്. ഒരെണ്ണം ബോധപൂർവം ഉപയോഗിച്ചാൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. 2 ആണെങ്കിൽ അതൊരു വലിയ ശക്തിയാണ്. 3 ഉണ്ടെങ്കിൽ പുരാതന ഗുരുക്കന്മാർ പറയുന്നതുപോലെ നിങ്ങളൊരു യഥാർത്ഥ സിദ്ധനായി മാറുന്നു. ചിലർക്കെല്ലാം എളുപ്പത്തിൽ ലഭിക്കുമ്പോൾ മറ്റു ചിലർ പകുതി ഫലത്തിനായി ഇരട്ടി അധ്വാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വിദ്യാഭ്യാസമോ ഭാഗ്യമോ പരിശ്രമമോ കൊണ്ടല്ല, അത് പ്രപഞ്ച നിയമങ്ങളോടുള്ള നിങ്ങളുടെ സ്വാഭാവികമായ ചേർച്ച കൊണ്ടാണ്. ജനനത്തീയതിയിൽ ആ സംഖ്യകളില്ലാത്തവർക്കും നിരന്തരമായ പരിശീലനത്തിലൂടെ ഈ ഗുണങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് യോഗാനന്ദൻ പഠിപ്പിച്ചു. കാരണം സംഖ്യകൾ അടിസ്ഥാനപരമായി തരംഗങ്ങളാണ്, അവയെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. എന്താണ് നിങ്ങളുടെ ശക്തിയെ തടയുന്നത്? നിങ്ങളുടെ ജനനത്തീയതിയിൽ ഈ സംഖ്യകളുണ്ടായിട്ടും കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ആന്തരിക ലോകത്ത് എന്തോ ഒരു തടസ്സമുണ്ടെന്നാണ്. 1 നമ്പർ ഉള്ളവർക്ക് നിങ്ങളുടെ പ്രധാന തടസ്സം തീരുമാനമെടുക്കുന്ന നിമിഷത്തിലുള്ള സംശയമാണ്. ഇത് നടന്നില്ലെങ്കിലോ, എനിക്ക് തെറ്റുപറ്റിയാലോ എന്ന് മനസ്സ് പറയുമ്പോൾ ആ നിമിഷത്തെ സംശയം മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ ശബ്ദം, ഒരൊറ്റ ദിശയാണ്. 8 നമ്പർ ഉള്ളവർക്ക് നിങ്ങളുടെ തടസ്സം സ്വീകരിക്കാനുള്ള ഭയമാണ്. വിജയത്തെക്കുറിച്ചുള്ള ഭയമാണിത്. നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ അതിന് പിന്നാലെ എന്തെങ്കിലും മോശം സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചേക്കാം. അതുകൊണ്ടുതന്നെ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളത് അബോധപൂർവം നശിപ്പിക്കുന്നു. സ്വീകരിക്കാനുള്ള ഭയം നിങ്ങൾ മാറ്റിയെടുക്കണം. യാതൊരു കുറ്റബോധവുമില്ലാതെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിങ്ങൾ പഠിക്കണം. 9 നമ്പർ ഉള്ളവർക്ക് നിങ്ങളുടെ തടസ്സം ഫലത്തോടുള്ള അമിതമായ ആഗ്രഹമാണ്. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് ഇന്ന രീതിയിൽ തന്നെ നടക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നത് അതിനെ തടയുന്നു. വിത്ത് പാകിയ ശേഷം അതിലേക്ക് പെയ്യുന്ന മഴയെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അത് സ്വതന്ത്രമാക്കി വിടാൻ നിങ്ങൾ പഠിക്കണം. എപ്പോഴെങ്കിലും നിങ്ങളൊരു കാര്യം വല്ലാതെ ആഗ്രഹിക്കുകയും അത് നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയും ചെയ്തതായി തോന്നിയിട്ടുണ്ടോ? എന്നാൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിച്ച നിമിഷം അത് നിങ്ങളെ തേടി വന്നിട്ടുണ്ടാകും. അത് 9 നമ്പർ കൃത്യമായി പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷണമാണ്. നിങ്ങൾ നിങ്ങളുടെ ശക്തികൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വെറുതെയിരിക്കില്ല, അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറും. 1 നമ്പർ ഉള്ളവർ ലക്ഷ്യങ്ങളില്ലാതെ ജീവിച്ചാൽ ഉള്ളിൽ വലിയൊരു അസംതൃപ്തി തോന്നും. 100 കാര്യങ്ങൾ തുടങ്ങുമെങ്കിലും ഒന്നും പൂർത്തിയാക്കില്ല. 8 നമ്പർ ഉള്ളവർ സ്വന്തം ശക്തിയെ മനസ്സിലാക്കാതിരുന്നാൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പണം വരും പോകും, ഒരു സ്ഥിരതയുണ്ടാകില്ല. 9 നമ്പർ ഉള്ളവർ അവരുടെ പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഒരേ അനുഭവങ്ങളും ഒരേ പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കും. ജീവിതത്തിൽ ആവർത്തിച്ചു വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെ തടസ്സങ്ങൾ എവിടെയാണെന്ന് കാണിച്ചു തരികയാണ്. അറിവില്ലായ്മ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം തരംഗങ്ങളിൽ നിന്ന് രക്ഷിക്കില്ല. അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയും.
മുന്നോട്ടുള്ള വഴി. ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ കൃത്യമായ വഴികളുണ്ട്. 1-ാം നമ്പർ ഉള്ളവർക്ക് ഓരോ ദിവസവും രാവിലെ മറ്റെല്ലാവരും ഉണരുന്നതിനു മുൻപ് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിക്കുക. യാതൊരു സംശയവുമില്ലാതെ അത് തീരുമാനിക്കുക. അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. 8-ാം നമ്പർ ഉള്ളവർക്ക് സമൃദ്ധിയെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുക. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നൽകുക. അതുപോലെ നിങ്ങളിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെ കുറ്റബോധമില്ലാതെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഓ, ഇതൊന്നും സാരമില്ല എന്ന് പറയാതെ നന്ദി, ഞാനിത് പൂർണ്ണമായി സ്വീകരിക്കുന്നു എന്ന് പറയുക. പുഴ 2 ദിശയിലേക്കും ഒഴുകും, അല്ലെങ്കിൽ അത് ഒഴുകുകയേയില്ല. 9-ാം നമ്പർ ഉള്ളവർക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന പ്രാർത്ഥന പരിശീലിക്കുക. പ്രപഞ്ചത്തോട് യാചിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ഉദ്ദേശ്യം വ്യക്തമായി പറയുകയും ഫലത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യുക. ഞാൻ എന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് ഈ വിത്ത് പാകിയിരിക്കുന്നു, ഇതെങ്ങനെ വളരുമെന്നത് പ്രപഞ്ചത്തിന്റെ ബുദ്ധിക്ക് വിട്ടു നൽകുന്നു. ഇത് പറയുക, വിശ്വസിക്കുക, പിന്നെ അത് സംഭവിച്ചു കഴിഞ്ഞതായി കരുതുക. കാരണം 9-ാം നമ്പറിന് എപ്പോഴും ഉത്തരം അതെ എന്ന് മാത്രമായിരിക്കും. സങ്കല്പം യാഥാർത്ഥ്യമാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടുക എന്നല്ല അർത്ഥം, മറിച്ച് നിങ്ങളായിത്തീരുക എന്നതാണ്. നിങ്ങളുടെ ജനനത്തീയതിയിലുള്ള ആ സംഖ്യകൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥ ശക്തിയെ കാണിച്ചു തരുന്നു. മറ്റൊരാളുടെ പകർപ്പാകാൻ ഈ ലോകത്തിന് നിങ്ങളെ ആവശ്യമില്ല. പൂർണ്ണമായും ഉണർന്ന് പ്രപഞ്ചവുമായി ചേർന്ന് നിൽക്കുന്ന യഥാർത്ഥ നിങ്ങളെയാണ് ലോകത്തിനാവശ്യം. ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ തട്ടിയെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. നമുക്ക് ഈ സംഭാഷണം തുടരാൻ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ജനനത്തീയതിയിൽ ഏതൊക്കെ അക്കങ്ങളാണുള്ളത്? 1, 8, 9 എന്നിവയിൽ ഏത് സംഖ്യയാണ് നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പ്രതിധ്വനിക്കുന്നത്? ഞാൻ എല്ലാ കമന്റുകളും വായിക്കുന്നതാണ്. കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടെത്തിയതല്ല. ഈ വീഡിയോ നിങ്ങളെ തേടി വന്നതാണ്. അതാണ് പ്രപഞ്ചം നിങ്ങളോട് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ആദ്യ ലക്ഷണം.